യേശുവിൽ പ്രിയമുള്ളവരെ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ ആദ്യ ഞായറാഴ്ചയിൽ, ധനഹ കാലഘട്ടത്തിലെ ആദ്യ ഞായറാഴ്ചയിൽ നമ്മൾ പ്രത്യേകമായി വിചിന്തനത്തിന് തിരഞ്ഞെടുക്കുക യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. ധനഹ കാലഘട്ടത്തിൽ പിതാവായ ദൈവം യേശുവിനെ ലോകത്തിന് അവതരിപ്പിക്കുന്നു, രക്ഷകനായി അവതരിപ്പിക്കുന്നു. നാം ഈശോയിൽ പൂർണ്ണമായും വിശ്വസിച്ച് അവിടുത്തെ മഹത്വം ദർശിച്ച് അവിടുത്തെ ലോകത്തിന് അവതരിപ്പിക്കണം, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള വലിയ സത്യമാണ് ഈ കാലഘട്ടം നമ്മളോട് പറയുക. നാം ഇന്ന് ചിന്തിക്കുക, ഒന്നാമത് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ അന്ത്രയോസും ഫിലിപ്പോസും അവർ അടുത്ത നിര ശിഷ്യഗണത്തെ യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. അന്ത്രയോസ് പത്രോസിനെയും ഫിലിപ്പോസ് നഥാനിയേലിനെയും കൊണ്ടുവരികയാണ്. ഈ ശിഷ്യത്വ നിര അത് ലോകാവസാനം വരെ തുടരണം. യേശുവിനെ നാം അനുഭവിച്ചാൽ ആ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഈശോയെ മനസ്സിലാക്കുന്നു, പരിചയപ്പെടുത്തുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശിഷ്യത്വം അത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നുള്ള വലിയ സത്യമാണ് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. നഥാനിയേൽ ചോദിക്കുന്ന ചോദ്യത്തിന്, നസ്രത്തിൽ നിന്ന് നന്മ വരുമോ എന്നുള്ള ചോദ്യത്തിന് വാഗ്വാദത്തിനൊന്നും പോകുന്നില്ല ഫിലിപ്പോസ്. വന്ന് കാണുക എന്നുള്ള ഒറ്റ വാചകത്തിലെല്ലാം ഒതുക്കുകയാണ്. എന്താണ് വന്ന് കാണേണ്ടത്? ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് അത് നമ്മൾ യേശുവിനെ അവതരിപ്പിക്കുക എങ്ങനെയാണ്? വാക്കുകൾ കൊണ്ട് മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ വന്ന് കണ്ടാൽ അവർക്കും യേശുവിനെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ശിഷ്യത്വം പൂർണ്ണമാകുന്നു, വിജയിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ യേശുവിനെ ലോകത്തിന് നൽകാൻ നമുക്കും കടമയുണ്ട് എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. രണ്ടാമത് നമ്മൾ അവിടെ വായിക്കുന്നൊരു കാര്യം, കർത്താവ് പറയുകയാണ്, ഇതാ കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ യാക്കോബിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. പിതാവിനോട് നുണ പറഞ്ഞ് ചേട്ടനായ ഏസാവിനെ പറ്റിച്ച് അനുഗ്രഹം വാങ്ങിയെടുക്കുന്ന യാക്കോബ്. നമ്മളത് ആ അധ്യായത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എന്തുകൊണ്ടാണ് കാപട്യത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത യാക്കോബിനെയും ദൈവം അനുഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികൾ, കാരുണ്യത്തിൻ്റെ വഴികൾ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഒളിച്ചോടിപ്പോകാൻ ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്. കാരണം ചേട്ടൻ ഏസാവ് വളരെയധികം കുപിതനാണ്, ഇങ്ങനെ അനുജൻ തന്നെ വഞ്ചിച്ചത് ഓർത്തുകൊണ്ട്. അപ്പോൾ അവന് ദേഷ്യം തീരുന്നത് വരെ മാറി നിൽക്കാൻ അപ്പൻ പറയുകയാണ്. അതനുസരിച്ച് യാക്കോബ് മാറി നിൽക്കുകയാണ്. 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ യാക്കോബ് പ്രകാരം പറയുന്നു ദൈവത്തോട്, അങ്ങീ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് യാക്കോബിനെ വഴി നടത്തിയത്. ദൈവത്തെ കണ്ടുമുട്ടാൻ, അതുപോലെ തന്നെ ഈ വാഗ്ദാനങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ സാധിച്ചത് കർത്താവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് പ്രത്യേകമായി ഓർക്കാം.
ദൈവത്തിന് നന്ദി പറയാം. മൂന്നാമത് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുക, അവിടെ യാക്കോബിനുണ്ടാകുന്ന ആ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 51-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യാക്കോബിനുണ്ടായ ദർശനത്തിൽ 28-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ ഈ ദർശനത്തെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 28:12. ദൈവത്തെ അനുഭവിക്കാൻ യാക്കോബിന് കിട്ടിയ അവസരം അതാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ന് യേശുവാണ് സാന്നിധ്യത്തിൻ്റെ പൂർണ്ണമായ അനുഭവം ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുക. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നത് യേശുവിലാണ്. അവൻ്റെ വേദനയും മനുഷ്യൻ്റെ വേദനയും നെടുവീർപ്പുകളും മാലാഖമാരായി ദൈവസന്നിധിയിലേക്ക് പോകുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ ഈ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവിടെ ബഹുവചനത്തിൽ പറയുന്നത്, നിങ്ങളോട് പറയുന്നു 51-ാം വാക്യത്തിൽ. അപ്പോൾ സഭയ്ക്ക് നൽകപ്പെടുന്ന സന്ദേശം ഇതാണ്: യേശുവിലാണ് ഇന്ന് ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണത നമുക്കുണ്ടാകുക. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിലേക്ക് യേശു വഴിയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മുടെ ഏകമധ്യസ്ഥൻ. തീർച്ചയായിട്ടും യേശുവിൻ്റെ ഏകമധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമുക്കറിയാം മറ്റുള്ള വിശുദ്ധരുടെ മാധ്യസ്ഥമെല്ലാം തന്നെ. അപ്പോൾ യേശുവിലൂടെ ദൈവത്തെ കാണാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ള വലിയ സത്യം കൂടി ഈ സുവിശേഷം നമ്മോട് പറയുകയാണ്. ആകയാൽ ദൻഹാ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഉത്തമ ശിഷ്യരായി അവിടുത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വലിയ ദൗത്യം നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, പ്രത്യേകിച്ച് കാരുണ്യത്തോടെ ഇടപെടുന്ന എത്രയോ വലിയ സംഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും എണ്ണിയെടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ദൈവത്തെ കണ്ടുമുട്ടാൻ, യേശുവിലൂടെ കണ്ടുമുട്ടാൻ നമുക്ക് ദൈവം ഇതാ എല്ലാ അവസരങ്ങളും ഒരുക്കുന്നു. നമ്മുടെ നെടുവീർപ്പുകളും വേദനകളുമൊക്കെ യേശുവിലൂടെ ദൈവപിതാവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പുതിയ വർഷത്തിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു.